പക്ഷേ ഋഷഭ് പന്ത് എന്ന് പറയുന്ന ഒരു പ്ലെയർ, കാരണം ഒരു പരിക്കിൽ നിന്നും മടങ്ങി വന്ന് ഇന്നും ഇന്ത്യൻ ടീമിൻ്റെ നെടുന്തൂണ്. അപ്പോൾ ഋഷഭ് പന്ത് സെർട്ടൻലി ഡിസേർവ്സ്. ഏറ്റവും ഹൈ റേറ്റിംഗ് ഉള്ളതാണ്, ഭാവിയുടെ വാഗ്ദാനമാണ്. ഇന്നും പന്ത് ഒരു യങ്സ്റ്ററാണ്. പന്തിന് 27 കോടി രൂപ കിട്ടുമ്പോൾ നമ്മളത് സന്തോഷിക്കും, കാരണം അതൊരു ഡിസേർവ് ചെയ്യുന്ന ഒരു ഇതാണ്. എന്തുകൊണ്ട് ധോണി ഇപ്പോഴും ചെന്നൈ സൂപ്പർ കിങ്സ് റിറ്റെയിൻ ചെയ്ത് വയ്ക്കുന്നു? കാരണം ഒരു ലക്കി മാസ്കറ്റ് ആയിട്ടില്ല. കാരണം ധോണിയുടെ പ്രസൻസ് ടീമിനുണ്ടാക്കുന്ന ഒരു ഇത് ഒന്ന്. രണ്ട്, ക്രൗഡ് സപ്പോർട്ട് കിട്ടാനായിട്ട് ധോണിയുടെ ഒരു ഇത്. ഓപ്ഷൻ നിയമം ധോണിക്ക് വേണ്ടി മാറ്റി എന്നൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാലും അത് ആ കളിക്കാരനോടുള്ള ഒരു ആദരവ് കൂടിയാണ്. കാരണം അപ്പോൾ IPL-ലേക്ക് ആൾക്കാർ പൈസ എന്തിനും ഇൻവെസ്റ്റ് ചെയ്യുന്നെന്ന് തുടക്കാലത്തൊക്കെ പലരും ആലോചിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ ഏറ്റവും സക്സസ്ഫുൾ പ്രോഡക്റ്റാണ്, ഏറ്റവും സക്സസ്ഫുൾ ബ്രാൻഡാണ്. പൃഥ്വി ഷാ എന്ന കാര്യം പറയാം, നമ്മൾ കണ്ടതിൽ ഏറ്റവും എക്സ്പ്ലോസീവ് ടാലൻ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഡിസിപ്ലിൻ മോശം. ഒരാളുടെ ഫോം പോവുകയാണെങ്കിൽ, ഒരാൾക്കൊരു ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ പറ്റുന്ന പോലെ തന്നെ മോശമാണ് ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ഇൻ ദ ഡ്രസ്സിംഗ് റൂം. റഹാനെ ഇനിയിപ്പോൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കുക എന്നുള്ളൊരു കാര്യം സംശയമാണ്. പക്ഷേ എന്നാലും റഹാനയ്ക്ക് അത്ര ഒരു വെൽത്ത് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. റഹാനെ ഇന്ത്യൻ നയിച്ചിട്ടുണ്ട്, ഓസ്ട്രേലിയ ഇന്ത്യൻ സീരീസ് ചെയ്തിട്ടുള്ള വിജയത്തിലേക്ക് എത്തിച്ച ഒരു ക്യാപ്റ്റനെ പെട്ടെന്ന് കളയാന്നുള്ള സാധാരണ കേട്ടുകളിയല്ല അവരെ. അതുകൊണ്ട് തന്നെ പഞ്ചാബ് കിങ്സ് വലിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. IPL തുടങ്ങിയപ്പോൾ ഇതേ ശങ്കയുണ്ടായിരുന്നു, ഈ ഇത്രയും ഫീൽഡ് റെസ്ട്രിക്ഷൻ, ചെറിയ ഗ്രൗണ്ട്, സിക്സറുകൾക്കുള്ള പ്രാധാന്യം വെച്ചാൽ സ്പിന്നർമാർ പിടിച്ചു നിൽക്കുക എന്നുള്ളത്. ഒരു പേസിൻ്റെ ഒരു ഇതിൽ നിന്ന് മാറി സ്പിന്നേഴ്സ് ഹാവ് ബീൻ ഗിവൺ ഈക്വൽ സ്റ്റാറ്റസ്. അത് വേറൊരു. ചാഹലിന് 18 കോടി, അതുപോലെ തന്നെ സ്റ്റാർക്കിന് കഴിഞ്ഞ 24 കിട്ടിയാൽ ഇപ്രാവശ്യം 11ലേക്ക് കുറഞ്ഞു. ഞാനെപ്പോഴും പറയാം, ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചിലതൊരു ഗെയിം ചേഞ്ചർ എന്ന് പറയുമല്ലോ, അതുപോലെ ഒരു IPL ചരിത്രത്തിലൊരു ഗെയിം ചേഞ്ചിങ് ഓപ്ഷൻ ആയിരിക്കും. ഇറ്റ് ഇസ് എ വെരി വെൽ ബാലൻസ്ഡ് ഓപ്ഷൻ. അപ്പോൾ ഇന്ത്യൻസിന്റെ പ്രാധാന്യം നിലനിർത്തി എന്നുള്ളവർക്ക് സന്തോഷിക്കാനൊരു കാര്യം. അതേസമയം പുറത്തുനിന്നുള്ളവർക്ക് അറിയിക്കുന്ന കൊടുക്കുന്നുമുണ്ട്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. IPL ഓപ്ഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആവേശം എല്ലാ ടീമുകൾക്കും ഉണ്ട്. എല്ലാ ടീമുകളും അവരുടെ സ്ലോട്ടുകളൊക്കെ ഫില്ല് ചെയ്തു. അപ്പോൾ അതിൻ്റെ കുറച്ച് അനാലിസിസ് ആയിട്ട് പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ കൂടെ രകം സാറിൻ്റെ. രകം സാർ, വെൽക്കം. നമസ്കാരം. ഒരുപാട് പ്രത്യേകതകളുള്ള ഓപ്ഷനായിരുന്നു, മെഗാ ഓപ്ഷനായിരുന്നു. ഇന്ത്യൻ പ്ലേയേഴ്സിന് ഭയങ്കര റീച്ച് ഉണ്ടാക്കിയ ഒരു ഓപ്ഷനായിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം. അപ്പോൾ ടോപ്പ് ബൈസ് വെച്ച് തുടങ്ങാം സാർ. അല്ല, ഇതൊരു വളരെ വ്യത്യസ്തമായിട്ടൊരു ഓപ്ഷനായിരുന്നു. ആദ്യം അജിൻ പറഞ്ഞ പോലെ തന്നെ ഒരു മെഗാ ഓപ്ഷനായിരുന്നു. അതിന് പുറമെ ഇന്ത്യക്ക് പുറത്ത് ജിദ്ദ, ക്രിക്കറ്റായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്തൊരു പട്ടണത്തിൽ കൊണ്ടുപോയിട്ടാണ് ഓപ്ഷൻ നടത്തിയത്. അത് തന്നെ IPL-ൻ്റെ ഒരു സ്വീകാര്യത ലോകം മുഴുവനുള്ള വിളിച്ചറിയിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുമ്പോൾ തന്നെ അതിനുള്ള ഒരു ലോകത്തിൻ്റെ അറ്റൻഷൻ കിട്ടുന്നു. അങ്ങനെ ഒരു ടോപ്പ് ഫുട്ബോൾ ലീഗിൻ്റെ ലെവലിലേക്ക് IPL മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ, അത് ലോകോത്തര ലീഗായിട്ട് ഏത് കളി എടുത്താലും, ക്രിക്കറ്റ് മാത്രമല്ല ഏത് കളി എടുത്താലും അങ്ങനെ ഒരു നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 90-ൽ നിന്ന് 120 കോടി രൂപ പേഴ്സ് മണി ആക്കിയപ്പോൾ തന്നെ കളിക്കാർക്ക് കൂടുതൽ പൈസ കിട്ടുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അതുപോലെ നിയമങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, റീറ്റെയിൻ പ്ലെയർ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ ഒരു 6 പേരെ വയ്ക്കാം, അതിൽ 5 ക്യാപ്ഡും 2 അൺക്യാപ്ഡും, അങ്ങനെ ഒരു നിയമം കൊണ്ട് ധോണിയെ ഫേവർ ചെയ്യാൻ വേണ്ടിയാണെന്നൊരു ഇത് കേട്ടിരുന്നെങ്കിലും, പക്ഷെ അത് മൊത്തത്തിൽ അത് ആ ഒരു ഹോൾ എക്കോസിസ്റ്റത്തിന് ഗുണകരമായി തന്നെ പറയണം. ഇപ്പോൾ ടോപ്പ് ബൈസ് നോക്കുകയാണെങ്കിൽ ഋഷഭ് പന്ത് ഓബ്വിയസ്ലി. കാരണം പണ്ടൊക്കെ ഈ കഴിഞ്ഞ വർഷം വരെ ഏറ്റവും അധികം പൈസ കൊടുത്തുകൊണ്ടിരുന്ന വിദേശ കളിക്കാർക്കാണ്. എല്ലാ സീസണിലും അവർക്ക് തന്നെയാണ്. ഇടയ്ക്ക് പണ്ടൊരു യുവരാജിന് കിട്ടി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എപ്പോഴും നിരന്തരമായിട്ട് കോടികൾ വാരിക്കൊണ്ട് പോയിരുന്നത് വിദേശ കളിക്കാരാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കും. കാരണം നന്നായി കളിക്കുന്ന നമ്മുടെ പ്ലേയേഴ്സ് ഇല്ല, ഇവരുടെ എല്ലാം അവർക്ക് കിട്ടിയ പൈസ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട്, അവർ ആ ടീമിനെ വിജയത്തിലെത്തിച്ചു, ഇതെല്ലാം നോക്കുമ്പോൾ ആ ഒരു പെർഫോമൻസ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ അവർ കൊടുത്ത പൈസയ്ക്കുള്ള മുതൽ ഒരിക്കലും ഇറക്കിയിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാം. പക്ഷേ ഋഷഭ് പന്ത് എന്ന് പറയുന്ന ഒരു പ്ലെയർ, കാരണം ഒരു പരിക്കിൽ നിന്നും മടങ്ങി വന്ന് ഇന്നും ഇന്ത്യൻ ടീമിൻ്റെ നെടുന്തൂണ്. അപ്പോൾ ഋഷഭ് പന്ത് സെർട്ടൻലി ഡിസേർവ്സ്. ഏറ്റവും ഹൈ റേറ്റിംഗ് ഉള്ളതാണ്, ഭാവിയുടെ വാഗ്ദാനമാണ്. ഇന്നും പന്ത് ഒരു യങ്സ്റ്ററാണ്. ഇത്രയധികം വർഷങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യക്ക് പുറത്ത് ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പ്ലെയറില്ല. അതെല്ലാം വെച്ചൊക്കെ പന്ത് എസ് എ ഇൻക്രെഡിബിൾ ബൈ. അതുകൊണ്ട് തന്നെ പന്തിന് 27 കോടി രൂപ കിട്ടുമ്പോൾ നമ്മളത് സന്തോഷിക്കും, കാരണം അതൊരു ഡിസേർവ് ചെയ്യുന്ന ഒരു ഇതാണ്. അതുമാതിരി ശ്രേയസ് അയ്യർ കുറച്ച് നാളായിട്ട് ഇന്ത്യൻ ടീമിൻ്റെ പുറത്തിരിക്കുകയാണെങ്കിലും കഴിഞ്ഞ ലോകകപ്പിൽ ശ്രേയസ് അയ്യരുടെ പെർഫോമൻസ്, അതുമാതിരി കഴിഞ്ഞ വർഷം കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റനായിട്ട് ഹി വാസ് എൻ എക്സെപ്ഷണൽ ഗുഡ് ക്യാപ്റ്റൻ. എന്തുകൊണ്ടാണ് കൽക്കട്ട റീറ്റെയിൻ ചെയ്യായിരുന്നത് എനിക്ക് മനസ്സിലായില്ല. കാരണം ശ്രേയസ് അയ്യരെ പോലൊരു കളിക്കാരനെ റീറ്റെയിൻ ചെയ്യുന്നതാണ് അവർ ഓപ്ഷൻ ട്രൈ ചെയ്തു. പക്ഷെ അവർക്ക് റീറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ അവരുടെ കാൽക്കുലേഷനിൽ എന്തെങ്കിലും ഒരു ഇതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തിച്ച ഒരു ക്യാപ്റ്റനെ പെട്ടെന്ന് കളയാന്നുള്ള സാധാരണ കേട്ടുകളിയല്ല അവരെ. അതുകൊണ്ട് തന്നെ പഞ്ചാബ് കിങ്സ് വലിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. വെങ്കടേശ്വരെ സംബന്ധിച്ചിടത്തോളം ഐ വാസ് എ ബിറ്റ് സർപ്രൈസ്. ഉള്ള കാര്യം തുറന്നു പറയാനുള്ളൂ. നല്ല പ്ലെയറാണ്, പക്ഷേ ഇത്രയ്ക്ക് അധികം കൊടുത്ത് മേടിക്കാനുള്ള ഇതുണ്ടോ, ഇതുവരെ കഴിവ് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. പക്ഷേ ഈ ഓപ്ഷൻ ഡൈനാമിക്സ് വളരെ വ്യത്യാസമാണ്. കാരണം ഏതെങ്കിലും ഒരു ടീമിന് ആ സ്ലോട്ടിലേക്ക്, ഇപ്പോൾ ഇയാളൊരു ഓൾറൗണ്ടറാണ്, അപ്പോൾ ആ ഒരു ഓൾറൗണ്ടർ സ്ലോട്ടിലേക്ക് ഒരാളെ ആവശ്യമുണ്ടെന്ന് കണ്ട് അവർ ബിഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റ് ടീം ചിലപ്പോൾ വാശിക്ക്
വില കൂട്ടി വെക്കും. അതെ. വേറൊന്നിനും വേണ്ടിയല്ല, അത്രയും അവരുടെ പൈസ പോയിക്കോട്ടെ, അത്ര അവരുടെ പേഴ്സ് മണി കുറഞ്ഞോട്ടെ. ഋഷഭ് പന്തിന്റെ കാര്യം തന്നെ നമ്മൾ കണ്ടു. ലക്നൗ സൂപ്പർ ജയൻസ് വിളിച്ചപ്പോൾ റൈറ്റ് ടു മാച്ച് ഡൽഹി എക്സസൈസ് ചെയ്തു. അപ്പോൾ 20-ൽ നിന്ന് പെട്ടെന്ന് 27-ലേക്ക് ഒരു കൂട്ടേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാം. അപ്പോൾ ഐ തിങ്ക് വെങ്കടേഷ് അയ്യർ വാസ് എ ബിറ്റ് ലക്കി എന്നും കൂടി പറയണം. പിന്നെ ഇപ്രാവശ്യം നമ്മൾ കണ്ടൊരു കാര്യം, സ്പിന്നർമാർക്ക് ധാരാളം പണം കിട്ടുന്നൊരു കാര്യം കണ്ടു. കാരണം ചഹലിന് 18 കോടി, അതുപോലെ തന്നെ സ്റ്റാർക്കിന് കഴിഞ്ഞ 24 കിട്ടിയാൽ ഇപ്രാവശ്യം 11-ലേക്ക് കുറഞ്ഞു. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ വൺ ഡേ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സ്പിന്നർമാർക്ക് റോള് കുറഞ്ഞു വരുന്നുള്ളൊരു ചിന്തയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. നമ്മളെ തന്നെ ടീമിൽ കളിപ്പിക്കുന്ന സ്പിന്നർമാർ കാര്യമായിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് 70-കളുടെ മുകളിൽ ഫാസ്റ്റ് ബോളേഴ്സിൻ്റെ ഒരു കാലമായിരുന്നു. അത് കഴിഞ്ഞ് ഷെയ്ൻ വാണാണ് ഇത് സ്പിന്നർമാർക്കും വഴങ്ങും എന്നുള്ളത് കാണിച്ചത്. പക്ഷേ വാണൊരു അസാധാരണ പ്രതിഭാസമായിരുന്നു. IPL തുടങ്ങിയപ്പോൾ ഇതേ ശങ്കയുണ്ടായിരുന്നു, ഈ ഇത്രയും ഫീൽഡ് റെസ്ട്രിക്ഷൻ, ചെറിയ ഗ്രൗണ്ട്, സിക്സറുകൾക്കുള്ള പ്രാധാന്യം വെച്ചാൽ സ്പിന്നർമാർ പിടിച്ചു നിൽക്കുമെന്നുള്ളത്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ എല്ലാ ടീമിനും ഒരു നല്ല ലോകോത്തര സ്പിന്നർ വേണം എന്നുള്ള നിർബന്ധമുണ്ട്. റഷീദ് ഖാൻ IPL ഏറ്റവും അധികം പെർഫോം ചെയ്യുന്ന പ്ലെയറാണ്. അതുമാതിരി ചാഹൽ, വരുൺ ചക്രവർത്തി, നരീൻ, അപ്പം എല്ലാ സൈഡിനും ഒരു നല്ല ക്വാളിറ്റി സ്പിന്നർ ആവശ്യമുണ്ടെന്നുള്ളൊരു സ്ഥിതി വന്നു. അപ്പോൾ സ്പിന്നർമാരെ സംബന്ധിച്ചിടത്തോളം ഈ IPL ഒരു വലിയൊരു ഫോറിൻ സ്പിന്നേഴ്സും ഭയങ്കര ഇമ്പാക്ട്. അതെ, അവർ കൊണ്ടുവരുന്നുണ്ട്. സാൻഡറിന് നല്ല ഇതുകൊടുത്തിട്ടാണ് മുമ്പേ ഇന്ത്യൻസ് മേടിച്ചത്. അപ്പോൾ ഫോറിൻ സ്പിന്നേഴ്സ് വെരി ഗുഡ്. നമ്മളെ പിച്ചിൽ തോൽപ്പിച്ചാണ് പറഞ്ഞത്. ന്യൂസിലൻഡിന്റെ ബൗളേഴ്സ് നമ്മളെ ഷാ വരപ്പിച്ചാണെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ആ ഒരു ഇതില്ല, ഞാൻ നോക്കുകയാണെങ്കിൽ അവരുടെ പേസിന്റെ ഒരു ഇതിൽ നിന്ന് മാറി സ്പിന്നേഴ്സ് ഹാവ് ബീൻ ഗിവൺ ഈക്വൽ സ്റ്റാറ്റസ്. അത് വേറൊരു. പിന്നെ ഇപ്രാവശ്യം പ്രത്യേകത, യങ്സ്റ്റേഴ്സ് കുറേ പേര് നമ്മളിതുവരെ കേൾക്കാത്ത യങ്സ്റ്റേഴ്സ്. ഇപ്പോൾ ഒരു അനാലിസിസ് വായിച്ചപ്പോൾ 20 വയസ്സ് താഴെയുള്ള 13 പ്ലെയേഴ്സിനെ മറ്റ് ഇത് കോൺട്രാക്ട് വെച്ചിട്ടുണ്ട്. വൈഭവിൻ്റെ എല്ലാവരും വായിച്ചു. പക്ഷെ അതിന് പുറമേ തന്നെ അപ്പോൾ അത്രയും നേരത്തെ ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം 35-ന് മുകളിലുള്ള 9 പേരേ ഉള്ളൂ. പക്ഷേ ഇത് ഈ 20-ന് താഴെയുള്ള 13 പേരുണ്ട്. അപ്പോൾ കൂടുതൽ യങ്സ്റ്റേഴ്സിനെ ഇവരെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ശരിക്കും ടാലൻറ്റ് സ്കൗട്ട്സ് പോയിട്ട് പ്ലെയേഴ്സിനെ പിക്കപ്പ് ചെയ്യുന്നത്, നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വളരെ വിശാലമായൊരു നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ മുതൽക്കൂട്ടാണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഞാനെപ്പോഴും പറയും, ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചിലതൊരു ഗെയിം ചേഞ്ചർ എന്ന് പറയുമല്ലോ, അതുപോലെ ഒരു IPL ചരിത്രത്തിലൊരു ഗെയിം ചേഞ്ചിങ് ഓപ്ഷൻ ആയിരിക്കും. ഒന്ന്, ലോക നിലവാരത്തേക്ക് ഉയർന്ന്, 2, പണം കൂടുതൽ വരുന്നത്. അപ്പോൾ IPL-ലേക്ക് ആൾക്കാർ പൈസ എന്തിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് തുടക്കാലത്തൊക്കെ പലരും ആലോചിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ ഏറ്റവും സക്സസ്ഫുൾ പ്രോഡക്റ്റാണ്, ഏറ്റവും സക്സസ്ഫുൾ ബ്രാൻഡാണ്. ഇതിൻ്റെ ഭാഗവാനായിട്ട് എല്ലാവർക്കും താല്പര്യമുണ്ട്. ഇപ്പോൾ നമ്മളൊരു ടീം, ഇപ്പോൾ ഒരു ഗുജറാത്ത് ടൈറ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിനൊരു ഉടമസ്ഥരുണ്ട്. പക്ഷെ അതിനുള്ള സ്പോൺസേഴ്സ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബ്രാൻഡും നോക്കുകയാണെങ്കിൽ നിരവധിയാണ്. 10-20 ബ്രാൻഡുകളൊക്കെയാണ് ഒരു വിജയിക്കുന്ന ടീമിനെ അല്ലെങ്കിൽ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പൈസ ഇടുന്നതിൽ നിന്ന് ഇത്രയും ആദായം കിട്ടുന്നതുകൊണ്ടാണ്. അപ്പോൾ നിക്ഷേപിക്കാൻ ആൾക്കാരുണ്ട്, ഇതിൽ നിന്ന് ആദായം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വരും വർഷങ്ങളിൽ ഇത് കുറച്ചും കൂടി വിപുലമായിട്ട് നീങ്ങുമ്പോൾ, ഇപ്പോൾ കൂടുതൽ പൈസ ഇതിലേക്ക് പറഞ്ഞ് കുറച്ചുകൂടി വിപുലമായിട്ട് നീങ്ങുമ്പോൾ ഇനി കൂടുതൽ വിദേശ കമ്പനികൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം കാണിക്കും. ആ ഒരു നിലയിലേക്ക് എത്തുന്നത് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇപ്പം നമ്മൾ ടോപ്പ് വൈസിലൊപ്പം തന്നെ പറയേണ്ടത് ഫോറിൻ പ്ലേയേഴ്സും അത്യാവശ്യം, ഇപ്പോൾ ജോസ് ബട്ട്ലർ ആണെങ്കിലും ഈവൻ മിച്ചൽ സ്റ്റാർക്ക് ആണെങ്കിലും ആർച്ചർ, ട്രെന്റ് ബോൾട്ട്, ആ ലീഗിലും ബൈസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് താരതമ്യേന പ്രതീക്ഷയിലും കുറവായിരുന്നു ആളുകൾ പോയത്. സാധാരണ നമ്മളൊരു ഓപ്ഷൻ കഴിഞ്ഞാൽ സ്റ്റാർക്കിന് ഇത്രയും കിട്ടി, അല്ലെങ്കിൽ കമൻസിന് ഇത്രയും കിട്ടി എന്ന് പറയുന്നിടത്ത് ഈ പ്രാവശ്യം പന്തിന് ഇത്രയും കിട്ടി, അയ്യർക്ക് ഇത്രയും കിട്ടി എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറി. അതേ ഉള്ളൂ. അവർക്ക് നമ്മൾ നോക്കുമ്പോൾ 18 കോടി ഒരു മോശം സംഖ്യ അല്ല, അല്ലെങ്കിൽ 16 കോടി ഒരു മോശം സംഖ്യ അല്ല. പക്ഷേ ഇവർക്ക് കിട്ടേണ്ട അത്രയും കിട്ടിയില്ല എന്നേ ഉള്ളൂ. ആ ലെവലിലുള്ള, അതായത് രണ്ടാമത്തെ ദിവസം വന്നപ്പോൾ ബൗളേഴ്സിന് ഉണ്ടായിരുന്നു. ബൗളേഴ്സിന് പ്രത്യേകിച്ച് രണ്ടാമത്തെ ദിവസം നല്ലപോലെ ഇത് കിട്ടി എന്നുള്ള പത്രക്കാരെല്ലാം പറഞ്ഞൊരു കാര്യമാണ്. ഇറ്റ് ഇസ് എ വെരി വെൽ ബാലൻസ്ഡ് ഓപ്ഷൻ. അപ്പോൾ ഇന്ത്യൻസിന്റെ പ്രാധാന്യം നിലനിർത്തി എന്നുള്ളവർക്ക് സന്തോഷിക്കാനൊരു കാര്യം. അതേസമയം പുറത്തുനിന്നുള്ളവർക്ക് അർഹിക്കുന്ന കൊടുക്കുന്നുമുണ്ട്, ഒരു ഇതുണ്ട്. പിന്നെ അതുപോലെ തീരെ കളിക്കാതിരിക്കുന്നവർക്ക് അതൊരു നല്ല കാര്യമാണ്. കാരണം പലരും വന്നു കഴിഞ്ഞിട്ട് കളിക്കാതെ ഒരു സീസൺ പോവുക, അല്ലെ പകുതി വെച്ച് പോവുക, ആ കാര്യങ്ങളിലൊക്കെ IPL കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി സ്ട്രിക്റ്റ് ആയിട്ട് മാറിക്കുക എന്നുള്ള. അപ്പോൾ അതായത് നമ്മുടെ ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ആവശ്യമാണ് ഉള്ളൊരു ഇതിലേക്ക്, അതെ, ആ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്.
പിന്നെ ഈ പറഞ്ഞ വേറെ കുറച്ച് ബൈസ് ഉണ്ടല്ലോ. ഇപ്പൊ സാർ പറഞ്ഞ 35 ഏജ് ആയിട്ടുള്ള പ്ലേയേഴ്സ്, ഇപ്പം ഫോർ എക്സാമ്പിൾ അജിൻക്യ രഹാനെ ആണെങ്കിലും മനീഷ് പാണ്ഡെ ആണെങ്കിലും അത്തരത്തിൽ നമ്മുടെ ഇന്ത്യൻ ബെഞ്ചിൽ നിൽക്കാൻ പറ്റുന്ന ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബാക്കപ്സിന് ടീമുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 35 എബവ് ആയിട്ടുള്ള ഇപ്പം ഫാഫ്റ്റ് പ്ലസ് ഈസ്റ്റ് 40 ആണ് ഡൽഹി, പക്ഷേ ബേസ് പ്രൈസിന് എടുത്തു. അതൊക്കെ എങ്ങനെയായിരിക്കും എഫക്റ്റീവ്ലി വാല്യൂ ഫോർ മണി ആവും? രണ്ട് കാര്യമുണ്ട്. ഒന്ന് അവരുടെ എക്സ്പീരിയൻസ്. ഇപ്പൊ അശ്വിനെ പോലൊരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുമ്പോൾ മാത്രമല്ല, കളിക്കളത്തിൽ പുറത്തിരിക്കുമ്പോൾ ഒരു അസറ്റാണ്. കാരണം അത്രയും ബ്രെയിൻ ഇൻ്റലിജൻ്റ് ആണ്. അപ്പോൾ കളിയിലുള്ളൊരു അടുത്ത ഡെവലപ്മെൻറ്റ് വേഗം ഫോഴ്സ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരാളാണ്. അപ്പോൾ ഇവരുടെ എക്സ്പീരിയൻസ് ഒരു വലിയ കാര്യമാണ്. രണ്ട്, ഇവർക്ക് പലപ്പോഴും യങ്സ്റ്റേഴ്സ് നല്ലതായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റഹാനെ ഇപ്പോൾ ഇനിയിപ്പോൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കുക എന്നുള്ളൊരു കാര്യം സംശയമാണ്. പക്ഷേ എന്നാലും റഹാനയ്ക്ക് അത്ര ഒരു വെൽത്ത് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. റഹാനെ ഇന്ത്യൻ നയിച്ചിട്ടുണ്ട്, ഓസ്ട്രേലിയ ഇന്ത്യൻ സീരീസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ റഹാനെ ആ ടീമിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, കളിച്ചില്ലെങ്കിൽ പോലും ആ ഡഗ് ഔട്ടിലിരിക്കുകയാണെങ്കിൽ പോലും റഹാനയുടെ പ്രസൻസ് ബാക്കിയുള്ളവർക്കൊരു വലിയൊരു സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി നോക്കിയിട്ടായിരിക്കും ഇത്രയധികം പേരെ 35 മുകളിലുള്ള ഇവർക്ക് ടീം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. പിന്നെ ഇവർ പെർഫോം ചെയ്യുകയും ചെയ്യും, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇപ്പം എന്തുകൊണ്ട് ധോണി ഇപ്പോഴും ചെന്നൈ സൂപ്പർ കിങ്സ് റിറ്റെയിൻ ചെയ്ത് വയ്ക്കുന്നു? കാരണം ഒരു ലക്കി മാസ്കറ്റ് ആയിട്ടില്ല. കാരണം ധോണിയുടെ പ്രസൻസ് ടീമിനുണ്ടാക്കുന്ന ഒരു ഇത് ഒന്ന്. രണ്ട്, ക്രൗഡ് സപ്പോർട്ട് കിട്ടാനായിട്ട് ധോണിയുടെ ഒരു ഇത്. കാരണം ധോണി ഇറങ്ങുമ്പോൾ തന്നെ ചെന്നൈയിൽ ഓഫ് കോഴ്സ് തല എന്ന് വിളിച്ച് ഒരു ഐഡൽ സ്ഥാനത്തേക്ക് വന്നു. പക്ഷേ ഇന്ത്യയിൽ ഏത് ഇതിലായാലും ധോണി ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ആ കിട്ടുന്ന ഒരു ബഹുമാനവും സ്നേഹവും എല്ലാം ആദരവും എല്ലാം വേറൊരു കളിക്കാരനും കിട്ടില്ല. അത് ടീമിനൊരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ ഓരോർക്കും പ്രത്യേക കാര്യമുണ്ട്. ഇതിൽ ആരും അനാവശ്യമായിട്ട് പൈസ ചിലവാക്കില്ല. നമുക്ക് മനസ്സിലാക്കണം, ഇത് ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ 5 പൈസ ചിലവാക്കിയാലും അതിനുള്ള റിട്ടേൺ എന്തെന്ന് ആലോചിച്ച് മാത്രമേ ആൾക്കാർ ചിലവാക്കുള്ളൂ. പക്ഷെ ഇപ്പൊ ധോണിയുടെ ഒക്കെ റീടെൻഷൻ ആണെങ്കിലും ഭയങ്കര ബാലൻസ് ആണല്ലോ. 4 crore അത് ബാക്കി എല്ലാ കളിക്കാർക്കും പ്രയോറിറ്റി കൊടുത്തിട്ട് ലാസ്റ്റ് റീടെൻഷനായിട്ടാ ധോണി നിൽക്കണം. ശരിക്കും അതൊക്കെ ടീമിന് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കുമല്ലോ പിന്നെ ഓപ്ഷന് വേണ്ടി പോകുമ്പോഴൊക്കെ. അതെ, അതുണ്ട്. ഈ ഓപ്ഷൻ നിയമം ധോണിക്ക് വേണ്ടി മാറ്റി എന്നൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാലും അത് ആ കളിക്കാരനോടുള്ളൊരു ആദരവ് കൂടിയാണ്. കാരണം ഇന്ത്യൻ ടീമിൽ ഇല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ധോണി വന്ന് ആവശ്യമുള്ള സമയത്ത് വന്ന് കളിക്കാനായിട്ടും സ്കോർ ചെയ്യാനായിട്ടും അതുമാതിരി തന്നെ വേണ്ട ഒരു അഡ്വൈസ്, ആ ഒരു കളിൻ്റെ ഉള്ളിൽ നിന്നൊരു ഫീല് മനസ്സിലാക്കാനായിട്ടൊരു അസാധാരണ കഴിവുണ്ട്. അപ്പോൾ അതെല്ലാം ടീമിനൊരു അസറ്റായിരിക്കും. പിന്നെ കുറച്ച് അൺസോൾഡ് ബൈസ് ഉണ്ടായിരുന്നു. ഡേവിഡ് വാർണർ, ഷർദുൽ താക്കൂർ, പൃഥ്വി ഷാ, ഇവരൊക്കെ ഒരു കാലത്ത് IPL സെൻസേഷനുകളായിരുന്നു. ടീമുകൾ റീറ്റെയിൻ ചെയ്ത താരങ്ങളായിരുന്നു. അപ്പം അതൊക്കെ എങ്ങനെയായിരിക്കും ടീമുകൾ അവരുടെ ഒരു സ്ട്രക്ചറിലേക്ക് ഫിറ്റ് ചെയ്യുന്നുണ്ടാവില്ല? ഇപ്പോൾ പൃഥ്വി ഷാ എന്ന കാര്യം പറയാം. നമ്മൾ കണ്ടതിൽ ഏറ്റവും എക്സ്പ്ലോസീവ് ടാലൻ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഡിസിപ്ലിൻ മോശമാണ്. ആത്യന്തികമായിട്ടൊരു കളിക്കാരന് ഡിസിപ്ലിൻ ഉണ്ടാണ്. കാരണം എൻ്റെ പെർഫോമൻസ് മാത്രമല്ല, ബാക്കിയുള്ളവരുടെ പെർഫോമൻസിന് എനിക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ടീമിന് എത്രത്തോളം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഒരു കളിക്കാരനൊരു ടീമിനൊരു ഭാരമായിട്ട് വരും. വാർണറുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം വാർണർ നമ്മൾ ഫീൽഡിൽ കാണുമ്പോൾ എപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ അദ്ദേഹം ബാക്കിയുള്ളവരോടുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഡ്രസ്സിംഗ് റൂം അദ്ദേഹത്തിൻ്റെ പ്രസൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഇതെല്ലാം കൗണ്ട് ചെയ്യും. നമ്മുടെ ട്രഡീഷണൽ സെലക്ഷൻ മെത്തേഡ്സ് ആണെങ്കിൽ ഇതൊന്നും അവിടെ പ്രശ്നം വരില്ല. കാരണം സെലക്ഷൻ മാച്ചിൽ സെഞ്ചുറി അടിച്ചു, ഉടനെ സെലക്ഷൻ കിട്ടി, അല്ലെങ്കിൽ ഇത്രയും പെർഫോമൻസ് ഉണ്ട്, കയറി എന്നുള്ളേ പറയുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ ഇത്രയും മത്സരങ്ങൾ ഒരു ചെറിയ സ്പാൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. IPL എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വിൻഡോ ആണ്. ഒരു 1.5-2 മാസത്തിനുള്ളിൽ ഇത്രയും മത്സരങ്ങൾ നടക്കും. അപ്പോൾ ടീമിൻ്റെ ഉള്ളിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഭയങ്കര ഇമ്പാക്റ്റ് വരും. അതാണ് ഒരാളുടെ ഫോം പോവുകയാണെങ്കിൽ, ഒരാൾക്കൊരു ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ പറ്റുന്ന പോലെ തന്നെ മോശമാണ് ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ഇൻ ദ ഡ്രസ്സിംഗ് റൂം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എല്ലാ ടീമുകളും ശ്രദ്ധിക്കും. അതായിരിക്കാം ഒരു കാരണം. അല്ലെങ്കിൽ വാർണറിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഠാക്കൂറിന്റെ കാര്യത്തിൽ മനസ്സിലാവുന്നില്ല. കാരണം നമ്മൾ കാണുമ്പോൾ ഈ സ്റ്റിൽ ഗുഡ് ഇനഫ് ടു പ്ലേ എന്ന് നമുക്ക് തോന്നും. വിത്ത് ബോൾ എല്ലാം ചെയ്യാനുള്ള കഴിവുണ്ട്. കാരണം ഇപ്പം കഴിഞ്ഞ കൊല്ലം വേൾഡ് കപ്പ് ടീമിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ ഇത്ര പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു അൺസോൾഡ് പ്ലെയർ ആയി പോകുമെന്ന് നമ്മൾ ആശയം. പക്ഷെ അപ്പോൾ അതിന് പുറകിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും നമുക്ക് മനസ്സിലാവാത്ത.